ടീച്ചർ ടീച്ചർ ദ ഫോൺ. ഹലോ, ഹായ് ഡോക്ടർ. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ ടീച്ചറെ ഡോക്ടറെ അന്വേഷിച്ചിരുന്നു. ആ, അപ്പൂപ്പന് ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ശരി, ബൈ. എന്താ മീനും മുടിയൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുന്നേ? മീനുന്റെ നാട്ടിൽ കുളിക്കാൻ വെള്ളമൊന്നുമില്ലേ? കുളങ്ങളും കിണറെല്ലാം വറ്റി ടീച്ചറെ. കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ സത്യാഗ്രഹം നടത്തുക. ടീച്ചറും വരണേ. ആ വെള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ടീച്ചർക്ക് ഇതാ മറ്റൊരു ഉത്തരവ്. ഇങ്ങനെയും വേണോ? സർക്കാർ കാര്യമല്ലേ, ഉത്തരവുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനൊരു പഞ്ഞവും ഇല്ല. ആ, എനിക്ക് ഇത്രയും ശമ്പളം ഉണ്ടോ? ബംഗാളിലെ ശമ്പള സ്കെയിൽ തന്നെയാ ഇവിടെയും. ടീച്ചർ വന്ന് ശമ്പളം ഒപ്പിട്ട് വാങ്ങ്. ഞങ്ങളുടെ സമരത്തിനൊരു സംഭാവന കൂടെ തരണം. ഓ, ടീച്ചർ വന്നിട്ട് 2 മാസമായെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഒരു വർഷത്തെ പരിചയമാ കുട്ടികളിൽ കാണുന്നത്. റിസൾട്ട് വന്നാ ഞാനങ്ങ് പോവും. അതുവരെ ഞങ്ങൾ വിട്ടാലല്ലേ പോവൂ. താങ്ക് യു. വന്നതേ ഉള്ളൂ, അതിനിടയിൽ അവന്റെ ഒരു പിരിവ്. കനി പൊള്ളടത്തേ ഞങ്ങൾ കൈ നീട്ടാറുള്ളൂ. വെള്ളമില്ലാതെ വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ടറിയും. അതിനവിടെ സമരം നടക്കുകയല്ലേ. എന്റെ ക്ലാസ്സിലെ കുട്ടികൾ പലരും കുടിക്കാനോ നനയ്ക്കാനൊന്നും വെള്ളമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുക. വെള്ളമില്ലെങ്കിൽ എന്ത് ഗ്രാമമാ സുഹൃത്തെ. യോ, ബെല്ലടിക്കാൻ സമയമായി. ഇരിക്കൂ. ശീലാപതിക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലോ. അതെ, അവൾ ഈ നാട്ടുകാരി ആയിക്കൊണ്ടിരിക്കുകയല്ലയോ ഡോക്ടറെ. കിടക്കൂ. നിങ്ങളുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു നാളെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അറിയോ? അറിയില്ല. കാലൊന്ന് ഉയർത്തു. മതി, എണീറ്റോളൂ. ഡോക്ടർ രാജീവിനെ അറിയോ? സിറ്റിയിലെ നെഫ്രോളജിസ്റ്റാ. അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തരാം. അമ്മയും മാമനെ അറിയിക്കാം. ഏയ്, ഇപ്പൊ വേണമെന്നില്ല. പിന്നെ നമ്മളൊക്കെ അല്ലേ. ഇവളെ ഡോക്ടർ ആക്കാൻ സുമംഗല ആവത് നോക്കിയതാ. വഴങ്ങണ്ടേ? ടീച്ചർ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒഡീസിയും രവീന്ദ്ര സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പാടുവോ? അയ്യോ ഇല്ല മോളെ, ഒട്ടും പറ്റാത്ത കാര്യം. എന്റെ ശബ്ദം കേട്ട് അറിഞ്ഞൂടെ? തീരെ കോൺഫിഡൻസ് ഇല്ല. ടീച്ചറെ, ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും വലിയ ഇഷ്ടാ. ആര് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ, പഠിക്കാൻ തുടങ്ങിയതായിരുന്നു. അച്ഛൻ മരിച്ചതോടെ പാട്ടും ഡാൻസും എല്ലാം നിർത്തി ടീച്ചറെ. ആ വഴിയിലല്ലേ ആര്യയുടെ വീട്? അച്ഛനുണ്ടായിരുന്നു അസുഖം. ജീവൻ ഡോക്ടർക്കറിയാം. നല്ല ഡോക്ടറാട്ടോ ടീച്ചറെ. ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ അസുഖം കൂടിയപ്പോൾ ജീവൻ ഡോക്ടറാ വീട്ടിൽ വന്ന് മരുന്ന് കൊടുത്തത്.
ഓരോരുത്തരായിട്ട് വരും. ഇവിടെ കയറി നീ. മതി മതി, അങ്ങോട്ട് നിന്നോ. ഇത് കഴിയുമ്പോ വരാം. കുട്ടി അത് പനി നോക്കാൻ വെച്ചിരുന്നതാ, കടിച്ചു പൊട്ടിക്കരുത് കേട്ടോ. ഇവിടെ ഇരിക്കും. പേരെന്താണ്? എന്താ ആ ബോർഡിലോട്ട് നോക്കൂ. കാണുന്നുണ്ടോ? കൊച്ചു കളവാ. ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആണ്. ആ ബിരുദം പറയുവാ ആ. ഡോക്ടർ ടീച്ചറിന്റെ ലൈനാന്ന്. ശരി, അപ്പോൾ പറഞ്ഞ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ആ ലിസ്റ്റിലെല്ലാം വായിച്ചില്ലേ? അപ്പോൾ കാര്യം ചെയ്യണം, പേരൻസിന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ മതി മതി. ആഹാ, നിങ്ങള് തുടങ്ങിയോ? എന്തേട്ടാ? ശങ്കരൻകുട്ടി മാഷ്. ആ, ആ വാ വാ. നല്ല സമയത്താണല്ലോ എന്റെ വരവ്. ഇരുന്നേ മാഷേ. മാഷ് ഊണ് കഴിച്ചോ? ഞാൻ കൃത്യം 1 മണിക്ക് പൊതി കഴിക്കും. 30 വർഷമായിട്ടുള്ള ശീലമാണേ. എന്റെ ശീലങ്ങളൊക്കെ തെറ്റി മാഷേ. ഇപ്പം ഊണും ഉറക്കവും മാത്രം. പ്രായമായ പിന്നെ ദുശീലങ്ങൾ ഓരോന്ന് ശീലിക്കുന്നേ. എല്ലാവരും എങ്ങനെയാ? മാഷിന് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട. ആ, എങ്ങനെയുണ്ട് എന്തേട്ടാ കൃഷിയൊക്കെ? കമല, കൃഷിയൊക്കെ പോയില്ലേ ഫോൺ മാഷേ? ആർക്ക് വേണം നിലവും പുരയിടവും ഒക്കെ? അന്നത്തെ കാലത്ത് BA പാസ്സായവനല്ലേ ഞാൻ. കൃഷിയുമായിട്ട് നടന്നിട്ട് ഒടുവിൽ വീട്ടുകാരും നാട്ടുകാരും കൂടി എനിക്കൊരു പേരിട്ടു. അറിയാം അറിയാം അറിയാം. അതെന്താ അപ്പൂപ്പ? മണ്ടം BA. ഇന്നിപ്പം ഇല്ല, എന്റെ മനസ്സിൽ എല്ലാം തികഞ്ഞ ഒരേയൊരു കർഷകൻ, അത് ചന്ദ്രേട്ടന. ഓ, സമയം പോയതറിഞ്ഞില്ല. അല്പസമയം കിട്ടിയപ്പോ ചന്ദ്രേട്ടന്റെ സുഖവിവരം അറിയാന്ന് വെച്ചിറങ്ങിയതാ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ആ, ഞാനറിയാം. മാഷ്, ഞാൻ ഇപ്പൊ വരാട്ടോ. ഏയ് ധൃതിയില്ല, പതുക്കെ ഇറങ്ങിയാ മതി. എവിടെ അവള്? ആ പാത്രത്തിലെ 2 കപ്പ് ചായം കൂടി കൊണ്ടുവന്ന നിന്റെയൊക്കെ മാന ഇടിഞ്ഞു പോവോ? അതിനിവിടെ പാലും പഞ്ചാരയും വേണ്ടേ? ഒടുക്കത്തെ ഒരു പാലും പഞ്ചാരയും ബാക്കിയെല്ലാം ഉണ്ടാക്കി തരുന്ന ആരാ? ഒരുപാട് പഠിക്കാണ്ട്. അതിനവള് 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ആ പഠിത്തം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു പഠിത്തക്ക അവള് പഠിച്ച് റാങ്ക് വാങ്ങിക്കാൻ പോവില്ലേ? നോക്കി ചെയ്. ലൈൻ കറക്റ്റ് നോക്കി ചെയ്യണം കേട്ടാ, തെറ്റിക്കല്ലേ. ആര് എന്താ വരാത്തെ? ആ കുട്ടി പഠിത്തം നിർത്തിയോ? ഒരാഴ്ചയായി വന്നിട്ട്. എന്തു പറ്റി? അസുഖം വല്ലതും ഉണ്ടോ? ആ, ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരാടോ? ദേ, ടീച്ചർക്ക് 2 നോട്ടീസ് ഉണ്ട്. ഒന്ന് ഡോക്ടറുടെ പുസ്തക പ്രകാശനം രാവിലെ 10 മണിക്ക്. അടുത്തത് ഞങ്ങളുടെ പ്രതിഷേധ സമരം. സമരം 100 ദിവസം തികഞ്ഞതിന്റെ ആഘോഷാണോ? ഞങ്ങൾ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറില്ല. നിങ്ങളുടെ നാട്ടിലെ കാര്യം തന്നെയാ പറയുന്നത്. കുട്ടി അവിടെ ശ്രദ്ധിക്ക്. ആരാ ഡോക്ടറുടെ പുസ്തകം സ്വീകരിക്കുന്നത്? നമ്മുടെ എഴുത്തുകാരി ടീച്ചറാ. വരുവോന്ന് കണ്ടറിയാം. അതെ, ബെല്ലടിക്കാൻ സമയമാകുമ്പോ എനിക്കറിയാം, ഞാൻ അടിച്ചോളാം. അവർക്കല്ലാതെ മറ്റാർക്കും പ്രകൃതിയോട് സ്നേഹമില്ലെന്നാ ആ സ്ത്രീയുടെ വിചാരം. ബെല്ലടിക്കാൻ സമയമായി, ഞാൻ പോവുക. ആര്യയില്ലേ? ആര്യ ഇവിടെ ഇല്ലല്ലോ. അമ്മമ്മയുടെ കൂടെ കുളത്തിൽ കുളിക്കാൻ പോയിരിക്ക. എവിടെയാണ്? ഇതാ ആ കുളത്തില്. ആരാ? മനസ്സിലായില്ല. ഞാൻ ശീലാപതി. ആര്യയോട് സ്കൂളിലേക്ക് വരാൻ പറയണം, അതിനാ ഞാൻ വന്നേ.
ശരി, ഞാൻ ആര്യെ കണ്ടോളാം. ആര്യ, എന്തു പറ്റി മോളെ? വാ. എന്താ നിനക്ക് പറ്റിയേ? ഞാൻ ആരോടും പറയില്ല. ഞാൻ നിന്റെ ടീച്ചറല്ലേ. ടീച്ചറോട് നിനക്ക് പറയാലോ. ഒന്ന് പറ കുട്ടി. ഛേ, എന്താ നിന്റെ പ്രശ്നം? നീ എന്താ ഒന്നും പറയാത്തെ? നീ ഒന്നും പറയണ്ട.